അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ ഇത്. ഇതിൻ്റെ ഗ്രീൻ ലീഫ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് മണ്ണിൽ നട്ട് വെക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ നട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ നട്ട് വെക്കുമ്പോൾ ഒരുപാട് ഹൈറ്റ് ഒന്നും വരില്ല, മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹൈറ്റ് വരുന്നൊരു ചെടിയാട്ടോ ഇത്. ഇതൊരു മരമാകുന്ന ചെടിയാണ്, എങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പേര് ക്രിസ്മസ് ട്രീ എന്നാണ്. അതെല്ലാം വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെമ്മ് നട്ടിട്ടാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഇല കാണുമ്പോൾ ശരിക്കും നമുക്ക് ഒറിജിനൽ ആണെന്ന് തോന്നൂല. കാരണം ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇല പോലെ തന്നെ തോന്നും കേട്ടോ. ഒരു തണ്ടിങ്ങനെ വന്നിട്ട് ഒരുപാട് ഇലകളാണ് കേട്ടോ. ഒരു ഇല വന്നിട്ട് അതിൽ തന്നെ ഒരുപാട് ഇലകൾ ഉള്ളതാണ് നമുക്ക് തോന്നുക. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കള്ളിയൊക്കെ ആയിട്ട് നല്ലൊരു തൊടാനും നല്ലൊരു രസമാണ്, അതുപോലെ തന്നെ കാണാനും നല്ല രസമുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു തണ്ട് നീളത്തിലുള്ള ഒരുപാട് ഇലകളുള്ള തണ്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അടിഭാഗത്തുള്ള ലീഫൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നന്നായിട്ട് അടിഭാഗം നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മണ്ണിൽ നട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വേര് വരും കേട്ടോ. അങ്ങനെയാണ് ഇത് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് ഇഷ്ടപ്പെട്ടോ?